ഹായ് ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമുക്കിന്നൊരു ഈവനിങ് വ്ളോഗായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് കേട്ടോ. നമ്മളിന്ന് വൈകിട്ട് അത്താഴത്തിനൊക്കെ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ചപ്പാത്തിയും ചിക്കൻ കറിയാണ്. അപ്പം ഞാൻ കരുതി അത് നിങ്ങളെ കൂടി കാണിക്കാം, ഞാൻ ചെയ്യുന്ന രീതി. ഞാനൊരു വേറെ രീതിയിലാണ് ഇന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് ചിക്കൻ കറി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചത് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് കരുതി. അപ്പോൾ ഞാൻ താഴെ ചിക്കനൊക്കെ എടുത്തുകൊണ്ടൊന്ന് ഞാനിങ്ങനെ ചിക്കൻ ഫ്രിഡ്ജിനകത്ത് വെക്കുമ്പോൾ, ചിക്കനായാലും മീനായാലും ഫ്രിഡ്ജിനകത്ത് വെക്കുമ്പോൾ ഒരു പാത്രത്തിനകത്ത് വെള്ളം ഒഴിച്ചിട്ടിട്ടാണ് വെക്കുന്നത്. അത് നമ്മളിപ്പം മീനാണെങ്കിൽ 2 ദിവസമൊക്കെ കഴിഞ്ഞായിരിക്കും നമ്മൾ എടുക്കുന്നത്. അന്നേരം നല്ല ഫ്രഷായിട്ട് നമ്മൾക്ക് അന്നേരം കിട്ടിയതുപോലെ ഇരിക്കും. ചിക്കനും അങ്ങനെ തന്നെ നന്നായിട്ടിരിക്കും കേട്ടോ. പിന്നെ ഞാൻ ആ വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷം നന്നായിട്ട് കഴുകി, 2-3 വെള്ളത്തിൽ കഴുകിയതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് തിരുമിയിട്ടുണ്ട്. ആ തിരുമി കുറച്ച് നേരം അവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ബാക്കി പരിപാടിയിലേക്ക് കടക്കാമെന്ന് കരുതി. അപ്പോഴേക്കും നേരെ സന്ധ്യയായി, വിളക്ക് കത്തിക്കാൻ സമയമായി. പാർത്തമ്മോ പിന്നെ കുളിയും നനയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് വിളക്ക് വെപ്പും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമുക്ക് പിന്നെ ചപ്പാത്തി ഇപ്പം എല്ലാം ഇൻസ്റ്റൻ്റ് ആണല്ലോ അല്ലേ. അപ്പോൾ ചപ്പാത്തി നമ്മൾ കവർ ചപ്പാത്തി വാങ്ങിച്ചുകൊണ്ട് വന്നതായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ പരത്താനും മാവ് കുഴയ്ക്കാനും ഒന്നും പാടുപെടേണ്ട കാര്യമില്ല ഇപ്പം എല്ലാവർക്കും. അപ്പം ഞങ്ങളും അങ്ങനെയുള്ള ചപ്പാത്തിയാണ് വാങ്ങിച്ചത്. ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കനകത്ത് നമ്മുടെ മസാലയൊക്കെ ഒരുവിധം പിടിക്കുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ചപ്പാത്തി ഉണ്ടാക്കിയത്. പിന്നെ ഞാനാണെങ്കിൽ ചട്ടി വെച്ചിട്ട് അത് ചൂടാകുമ്പം എണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചാണ് ചേർത്തത് കേട്ടോ. ചതച്ച് ചേർത്തതിന് ശേഷം പിന്നെ നമ്മൾ ഒരു കറുകാപ്പട്ട, പിന്നെ ഒരു 2-3 ഗ്രാമ്പൂ, ഒരു 2 ഏലയ്ക്ക, പിന്നെ തക്കോലം ഉണ്ടല്ലോ, അതും കൂടെ ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ കൂടിയിട്ടൊന്ന് പച്ചമണം മാറിക്കഴിഞ്ഞപ്പം സവാള ഇട്ട് നന്നായിട്ട് വഴറ്റി, നല്ലതുപോലെ വഴറ്റി, സമയം എടുത്ത് തന്നെ സിമ്മിലിട്ടാണ് ഞാൻ വഴറ്റിയത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ പച്ചമുളക് അരിഞ്ഞതിട്ടു. അത് നന്നായിട്ട് വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നെ നമ്മുടെ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തു കേട്ടോ. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല എന്നിവ നമ്മൾ ചേർത്ത് കൊടുത്തു. അതും നന്നായിട്ട് വഴണ്ട് നല്ലതുപോലെ മസാലയൊക്കെ ചൂടായി കഴിഞ്ഞപ്പം അതിലേക്ക് തക്കാളി പേസ്റ്റ് ചേർത്ത് കൊടുത്തു. പിന്നെ ഞാനാണെങ്കിൽ അതും നന്നായിട്ട് ഇളക്കിയതിന് ശേഷം പിന്നെ നമ്മുടെ ചിക്കൻ മസാലയൊക്കെ പിടിച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇതിനകത്തിട്ട് നമ്മുടെ മസാല എല്ലാത്തിനകത്തും നന്നായിട്ട് പിടിക്കത്തക്ക രീതിയിൽ ഇളക്കിയിട്ട് മൂടി വെച്ച് വേവിച്ചു. വെള്ളം ഒഴിച്ചിട്ടേ ഇല്ല കേട്ടോ. പിന്നെ ഞാനാണെങ്കിൽ കുറച്ച് തൈരും കുറേ അണ്ടിപ്പരിപ്പും കൂടെ അണ്ടിപ്പരിപ്പ് വെള്ളത്തിലിട്ട് കുതിർത്തതും തൈരും കൂടെ ഒന്നിച്ചിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് പേസ്റ്റ് പരുവത്തിൽ അരച്ചിട്ട് നമ്മൾ അട എടുക്കുമ്പോഴത്തേക്കിനും കാണാം ചിക്കനകത്ത് വെള്ളം എല്ലാം ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ അരച്ച പേസ്റ്റും കൂടെ ഒഴിച്ചു കൊടുത്ത്, പിന്നെ ഞാൻ വെള്ളം ഒന്നും ചേർത്തിട്ടില്ല, ആ ചിക്കനകത്ത് വെള്ളം തന്നെയാണ് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് വറ്റി കഴിയുമ്പം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് എടുത്തു കഴിഞ്ഞാൽ സെറ്റ്. നമ്മുടെ ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ആൾ ചിക്കൻ കണ്ടപ്പോഴേ വിശക്കുന്ന അമ്മയെന്നും പറഞ്ഞ് എനിക്ക്, ആളിന് ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ് ബീഫിനേക്കായാലും. അപ്പം ഉപ്പ് നോക്കാൻ കൊടുത്തു. ആളിൻ്റെ കൈ പൊള്ളിപ്പോയി കേട്ടോ. അതായി കിടന്ന് പൊങ്ങിച്ചാടുന്നത്. അങ്ങനെ പിന്നെ അവൻ പറഞ്ഞു സൂപ്പർ അമ്മയെ, അടിപൊളിയാമ്മ എന്നൊക്കെ പറഞ്ഞു. നല്ല ഷോർട്സ് ഇരുന്ന് മോൻ കാണുക, എന്നിട്ട് പറയുന്നത് സൂപ്പർ അമ്മയെന്ന്. അങ്ങനെ പിന്നെ പാർത്തമ്മോന് ചിക്കനും ചപ്പാത്തിയും കൂടെ കഴിക്കാനൊക്കെ കൊടുത്തു. പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട്. അത് എപ്പോഴും കാണുമല്ലോ, നമ്മളെ ജോലികളെല്ലാം തീർന്നു കഴിയുമ്പോൾ അവസാനമുള്ള ജോലിയാണല്ലോ. അതായത് നമ്മുടെ അടുക്കളപ്പണിയെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ജോലിയാണ് പാത്രം കഴുകൽ. അതെന്തായാലും അധികമായിട്ട് കാണും. അപ്പം ഞാൻ കരുതി ഇനി നമ്മുടെ പ്രധാനപ്പെട്ട ജോലിയിലേക്ക് കിടക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജോലിയൊന്നുമില്ല കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുക്കള പൂട്ടി നമ്മൾ വെളിയിലിറങ്ങുകയാണ്. പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറങ്ങുക, അത്രയേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നതൊന്നും വീഡിയോ ഞാൻ എടുത്തില്ല, കാരണം അണ്ണൻ ഇച്ചിരി ലേറ്റായിട്ടായിരുന്നു വന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ ഭക്ഷണം കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ എൻ്റെ പാത്രങ്ങൾ എല്ലാം ഞാനൊന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അവിടെ എല്ലാം അടുക്കി പറക്കി വെക്കേണ്ട സ്ഥലത്തൊക്കെ തന്നെ അടുക്കി പറക്കിയൊക്കെ വെച്ചു കേട്ടോ. അതിനുശേഷം പിന്നെ നമുക്ക് ആ അടുക്കളയൊക്കെ നമ്മൾ പിന്നെ നമ്മുടെ ആ ഭാഗമെല്ലാം ഗ്യാസ് ഇരിക്കുന്നതോടോ എല്ലായിടവും നന്നായിട്ട് വൃത്തിയാക്കണം. ഞാൻ എൻ്റെ എല്ലാ വീഡിയോയ്ക്കകത്തും പറയും നമ്മൾ ഇതേപോലെ വൃത്തിയാക്കി വെക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ദിവസം അടുക്കളയിലേക്ക് കയറുമ്പോൾ നല്ല പോസിറ്റീവ് വൈബായിരിക്കും. അപ്പോൾ ഇതാണ് എൻ്റെ ഈവനിങ് വ്ളോഗിനകത്ത് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പം നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ നല്ല നല്ല വിശേഷങ്ങളായിട്ട് നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവരോടും ടേക്ക് കെയർ, ബൈ ബൈ, ടാറ്റ. സ്നേഹപൂർവ്വം രേഷ്മ.